ഷാലോമരി, ഇന്ന് എന്താണ് കോളേജിൽ സംഭവിച്ചത്? ഇന്ന് നമ്മൾ രാവിലെ 11 മണി മുതൽ കോളേജിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു മാനേജ്മെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ മീറ്റ് ചെയ്യാനായിട്ട് അവർ സെൻഡ് ചെയ്തത് ഇവിടെ യാതൊരു ഡിസിഷൻ എടുക്കാനോ ഇവിടെ യാതൊരു പവറില്ലാത്ത ഒരു ഡിസിഷൻ മേക്കിംഗ് പവറില്ലാത്ത ഒരു AOA മാത്രമാണ്. നമുക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഞങ്ങൾ അത് കേൾക്കാൻ തയ്യാറായിരുന്നു. സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒട്ടും യോജിപ്പില്ല. ഇൻക്ലൂഡിങ് ഇന്ന് രാവിലെ സാറ് പറഞ്ഞ കുറേ അവർക്കിപ്പോഴും അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഈ റാം സാറിനെ പുറത്താക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എണ്ണി ആ റൂമിൽ പറയുന്നുണ്ടായിരുന്നു. മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയാത്ത കുട്ടികൾ, അവർക്ക് ധൈര്യമില്ല. ഇതിനെക്കാട്ടിലും ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അവിടെ കേൾക്കുകയുണ്ടായി. ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഷാകുലരായിട്ടാണ് കുട്ടികൾ ആ റൂമിൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചത്. നമുക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, മാനേജ്മെൻറ്റ് എവിടെ? ഞങ്ങൾക്ക് ഒരു ആക്സസ്സും ഇല്ല, അവിടുത്തെ സ്റ്റാഫിന് ആക്സസ് ഇല്ല, അവിടുത്തെ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പോലും അവിടെ മാനേജ്മെൻറ്റ് വന്നിട്ടില്ല. നമ്മളിവിടെ ഇതുവരെ ആ മാനേജ്മെൻറ്റ് ആരാ എന്താ 4 ദിവസമായി ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല ആരാ മാനേജ്മെൻറ്റ്. ഇന്ന് ഞങ്ങൾ കംപ്ലയിൻസ് കൊണ്ടുവന്നതിന് ശേഷം ഇത് ആർക്കാ സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കേണ്ട നിസ്സഹായാവസ്ഥയാണ് ഉണ്ടായത്. കാരണം അവിടെ പവറുള്ള അതോറിറ്റിയുള്ള ഒരാളവിടെ ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ചോദിച്ചൊരു കാര്യം, ഇവിടെ സംഗീത മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാമിനെ കുറേ കുട്ടികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു സ്റ്റാഫിനെ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നില്ല? നമുക്കത് ഭയങ്കര വിഷമകരമായ കാര്യമായിരുന്നു. കാരണം നമുക്ക് ആർക്കും സംഗീത മാമിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് എത്രയോ കുട്ടികൾ തുറന്നു പറഞ്ഞു. എന്നിട്ട് പോലും മാനേജ്മെൻറ്റിലെ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. ഇന്ന് ഞങ്ങൾ 3 മണി വരെ സമയം കൊടുത്തു, അതോറിറ്റീസ് ആരെങ്കിലും മുന്നോട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും മുന്നോട്ട് വന്നില്ല. ഇപ്പം റാം സാറിനെതിരെ നടപടി എടുത്തു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി അറിയില്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ആ വന്ന സാറ് ഡയറിയിൽ എന്തോ എഴുതി എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. ഞങ്ങളൊരു A4 ഷീറ്റ് കൊടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു, റാം സാറിൻ്റെ ഡിസ്മിസൽ. അത് ഈ SFIൻ്റെ നേതാവായിട്ടുള്ള ആ ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. ആ കുട്ടി മരിച്ചത് എന്തിനാവുന്ന ഉള്ള കാര്യം സത്യം പുറത്തു വരട്ടെ. അത് ഈ റാം സാർ അല്ലെങ്കിൽ ഈ ഇതിൽ ആരെങ്കിലും അല്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ മരണം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വലിയൊരു കാര്യമുണ്ട്, ജാതീയത. ആ കുട്ടി അനുഭവിച്ചത് സത്യമല്ലാതാവുന്നില്ല. ഞങ്ങൾ ആദ്യത്തെ ബൈറ്റ് കൊടുക്കുമ്പോൾ പോലും ഞങ്ങൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അറിയില്ല അവൻ എന്തിനാ മരിച്ചതെന്ന്, നമുക്ക് ആർക്കും അറിയില്ല. അത് സത്യം പുറത്തു വരട്ടെ. പക്ഷെ ആ കുട്ടിയുടെ മരണം കൊണ്ട് ഒരു വലിയൊരു കാര്യം പുറത്തേക്ക് വന്നു. അത് ഈ കുട്ടി മരിച്ചത് ഈ കാരണം കൊണ്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരണം കൊണ്ടൊരു കുട്ടി മരിക്കണമോ? ഈ ഒരു കാര്യം നിർത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു കുട്ടി മരിക്കണോ? എപ്പോഴും കമൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ആ കുട്ടി മരിക്കുന്നതിന് മുന്നേ പ്രതികരിക്കണമായിരുന്നു. ആ കുട്ടി അതിനല്ല മരിച്ചതെങ്കിൽ ഇനി ഒരു കുട്ടി മരിക്കണമോ? അതാണ് നമ്മൾ അവിടെ റേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രശ്നം, ഈ ഒരു റാം സർ എന്നുള്ളൊരു ജാതീയത പറയുന്ന, കളർ പറയുന്ന ഒരാൾ ആ കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ആ കോളേജിൽ പഠിക്കാനും ആ കോളേജിൽ പേഷ്യൻ്റ് ഫ്ലോ ഉണ്ട്, ആ കോളേജിൽ വളരെ നല്ല സ്റ്റാഫ്സ് ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ല സ്റ്റാഫ്സ് ഉണ്ട്. അവർ ആരും ഞങ്ങൾക്ക് ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നല്ലൊരു എൻവയൺമെൻറ്റ് വേണം പഠിക്കാനായിട്ട്. ഇത് കാരണം ഞങ്ങളുടെ പഠിപ്പോ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരരുത്. ഞങ്ങൾക്ക് നല്ലൊരു എൻവയൺമെൻറ്റ് പഠിക്കാൻ വേണം. ഞങ്ങൾക്കൊരു PTA ഇല്ല, ഞങ്ങൾക്കൊരു PTA വേണം. ഞങ്ങൾക്ക് ഒരു തരത്തിലും ഈ മാനേജ്മെൻറ്റിന് ആക്സസബിൾ അല്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ മാനേജ്മെൻറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യാതിരിക്കുന്നുമില്ല. പലരായിട്ടും നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റ് ഈ 4 ദിവസമായിട്ട് അവരിൽ പവറിലുള്ള ഒരാൾ പോലും മുന്നോട്ട് വരാത്ത തികച്ചും സങ്കടകരമാണ്. ശരി, വളരെയധികം നന്ദി ഷലോമരിയ. ആ കുട്ടി പറഞ്ഞവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രേക്ഷകരും പൊതുസമൂഹവും കേൾക്കേണ്ടതുണ്ട്. വലിയ പേടിയുണ്ട് ആ പെൺകുട്ടിക്ക്. എങ്ങനെയാണ് തങ്ങളുടെ വിദ്യാഭ്യാസത്തെയും ഭാവിയും നോക്കൂ, ഒരു പ്രൈവറ്റ് കോളേജിലേക്ക് നിതിനെ പോലെ തന്നെയാണ് അവരെല്ലാവരും ചെന്നെത്തിയിരിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അതിനുവേണ്ടി അവരുടെ കുടുംബം സഹിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അധ്വാനം, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് നിതിൻ്റെ മരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളെയും അതുപോലെയുള്ള
പ്രശ്നങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നത്. കുറച്ചു മുമ്പ് എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ എന്താണ് പേടി എന്ന് ചോദിച്ചപ്പോൾ പേടിയുണ്ട് എന്നതുകൂടിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് പറയാനുള്ളത് മുഴുവനും പ്രേക്ഷകർ കേൾക്കട്ടെ എന്നതുകൂടി വിചാരിച്ചത്. നികിത നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. Debate with Madhu Saji.